ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക്ബുക്ക്. ജാഷീസ് കുക്ക്ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളായില്ലേ ഒരു സ്നാക്ക് റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ട്. അധികം എണ്ണ യൂസ് ചെയ്യാതെ ഉണ്ടാക്കാവുന്ന സ്നാക്കിൻ്റെ റെസിപ്പി കുറച്ച് പേരൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ എണ്ണയിൽ ഡീപ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലാത്ത ഒരു 4 മണി പലഹാരമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഈ ഒരു സ്നാക്കിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കുമ്പോൾ കവറിങ്ങിനായിട്ട് ഒന്നെങ്കിൽ ബ്രെഡ് ഉപയോഗിക്കും, അല്ലെങ്കിൽ മൈദ കുഴച്ച് പരത്തി ഉണ്ടാക്കലാണല്ലേ പതിവ്. എന്നാൽ ഈ സ്നാക്കിന് ബ്രെഡൊന്നും വേണ്ട എന്ന് മാത്രമല്ല, മാവ് പരത്തുകയോ കുഴക്കുകയോ ഒന്നും വേണ്ട. ഫില്ലിങ്ങും കുറച്ചൊരു വ്യത്യാസത്തിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് മൊത്തത്തിലൊരു വെറൈറ്റി ടേസ്റ്റാണ് ഈ ഒരു സ്നാക്കിന്. അപ്പോൾ നമുക്ക് നോക്കാമല്ലേ ഈ ഈസി സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇതുപോലുള്ള ഒരുപാട് ഈസിയും ടേസ്റ്റിയും വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികൾക്കായിട്ട് ജാഷീസ് കുക്ക്ബുക്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സബോളയും വെളുത്തുള്ളിയും എല്ലാം ചോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 3 ചെറിയ സബോള എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 6 വെളുത്തുള്ളി, 2 ചെറിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക് ഇവയാണ്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ചോപ്പ് ചെയ്തെടുക്കാം. മിക്സിയിലാണെങ്കിൽ അധികം അരഞ്ഞു പോകാതെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഒരു പാൻ ചൂടാക്കി നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. മസാല വഴറ്റാൻ ഇച്ചിരെങ്കിലും ഓയിൽ നമുക്ക് കൂടിയേ പറ്റൂ, അല്ലെങ്കിൽ മസാല വഴറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, മാത്രമല്ല ടേസ്റ്റും കുറവായിരിക്കും. ഓയിൽ ചൂടായാൽ നമുക്ക് ചോപ്പ് ചെയ്തെല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റാം. സവോള എല്ലാം നന്നായി വഴന്നു വന്നാൽ 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ഇവ ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിക്കാം. പൊടികളെല്ലാം മൂത്ത് വന്നാൽ നമുക്കതിലേക്ക് 2 ക്യാപ്സിക്കം നല്ല പോലെ ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഞാൻ ക്യാപ്സിക്കം കുറച്ച് അധികം തന്നെ ചേർക്കുന്നുണ്ട്. ക്യാപ്സിക്കത്തിൻ്റെ ഫ്ലേവർ കുറച്ച് മുന്നിട്ട് നിൽക്കുന്നത് മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് തരും. ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് മിൻസ്ഡ് മട്ടനാണ്. നിങ്ങളുടെ കയ്യിൽ ചിക്കനോ ബീഫോ എന്താണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. മിൻസ് ചെയ്ത മീറ്റ് ഇല്ലെങ്കിൽ ചിക്കനോ അല്ലെങ്കിൽ ബീഫോ എന്താണോ ചേർക്കുന്നത് അതൊന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചതിന് ശേഷം ചേർക്കുക. മിൻസ്ഡ് മീറ്റ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ടിട്ട് വേവിക്കാത്തത്. ക്യാപ്സിക്കവും പിന്നെ നമ്മൾ ഈ ചേർത്ത മീറ്റും ചൂടാകാൻ തുടങ്ങിയാൽ തന്നെ അതിൽ നിന്ന് നന്നായി വെള്ളം വരാൻ തുടങ്ങും. ആ വെള്ളം മുഴുവനായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. വാട്ടർ കണ്ടൻറ്റ് തീരെ ഉണ്ടാവാൻ പാടില്ല മസാലയിൽ. അപ്പോൾ നമുക്ക് വെള്ളം നല്ല പോലെ വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ നല്ല പോലെ വറ്റിയിട്ട് മീറ്റ് നന്നായി വെന്ത് മസാലയൊക്കെ നന്നായി അതിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ ഫില്ലിങ് റെഡിയായി. ഇനി നമുക്ക് കവറിങ്ങിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കാം. അതിനായിട്ട് 1 കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർക്കാം. കവറിങ് നല്ല സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈസ്റ്റ് ചേർക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് ക്രിസ്പി ആയിട്ടാണ് ഈ സ്നാക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ചേർക്കുന്ന ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ഇനി അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പഞ്ചസാര ചേർക്കുന്നത്. ഈസ്റ്റ് ചേർക്കുന്നില്ലെങ്കിൽ പഞ്ചസാരയും വേണ്ട. ഇനി ഇളം ചൂടുള്ള വെള്ളം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഏകദേശം 1 കപ്പിനേക്കാളും കുറച്ച് കൂടുതൽ വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് വേണ്ടത്. ഇനി നമുക്കതൊരു അരമണിക്കൂർ മൂടി വെക്കാം. ഈ മാവ് നമുക്ക് മസാല ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് റെഡിയാക്കി വെച്ചാൽ പിന്നെ അരമണിക്കൂർ അതിനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നന്നായി പൊന്തി വരാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇത് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഈ സ്നാക്ക് നിങ്ങളുടെ കയ്യിലുള്ള പാത്രങ്ങൾക്കനുസരിച്ച് പല വലുപ്പത്തിലും ഉണ്ടാക്കാം. എൻ്റെ കയ്യിൽ ചെറിയ ഇതുപോലത്തെ പാൻ ഉള്ളതുകൊണ്ടും പിന്നെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടും ചെറുതിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഓയിലോ നെയ്യോ ചെറുതായിട്ടൊന്ന് തടവി കൊടുക്കാം. അതിനുശേഷം മുകളിലായിട്ട് റെഡിയാക്കി വെച്ച മീറ്റ് മസാലയിൽ നിന്നും കുറച്ചിട്ട് കൊടുക്കാം. മസാല ഇടുമ്പോൾ എഡ്ജിലാവാതിരുന്നാൽ മാവ് നന്നായി കവർ ചെയ്ത് കിട്ടും. ചെറിയ പാനിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടിഭാഗം വെന്ത് കിട്ടും. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ കത്തി കൊണ്ട് സൈഡൊക്കെ ഒന്ന് അടർത്തി കൊടുക്കാം.
എന്നിട്ട് നല്ലപോലെ ചൂടാക്കി ഓയിലോ നെയ്യോ തടവിയ മറ്റൊരു പാനിലേക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. 2 മിനിറ്റ് കൂടെ ഒന്ന് മറിച്ചിട്ട ഭാഗം വേവിച്ചതിന് ശേഷം നമുക്കത് പാനിൽ നിന്ന് എടുക്കാം. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. നിങ്ങളുടെ കയ്യിൽ റിംഗ് മോൾഡ് ഉണ്ടെങ്കിൽ അതിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ അത് എല്ലാവരുടെയും കയ്യിലൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എൻ്റെ കയ്യിലും ഇല്ല കേട്ടോ. നമ്മളുണ്ടാക്കിയ മാവ് കൊണ്ട് ഈ ഒരു വലുപ്പത്തിൽ 4 എണ്ണം ഉണ്ടാക്കാം. മസാല പകുതി ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര എണ്ണാണോ വേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് ഒന്നെങ്കിൽ മാവിൻ്റെ ഇൻഗ്രീഡിയൻസ് ഡബിൾ ആക്കി എടുത്തിട്ട് മാവ് കൂടുതൽ ഉണ്ടാക്കുക, അല്ലെങ്കിൽ കുറച്ചേ വേണ്ടുമെങ്കിൽ മസാലയുടെ ഇൻഗ്രീഡിയൻസ് നേരെ പകുതിയാക്കിയിട്ട് മസാല കുറച്ചുണ്ടാക്കുക. പിന്നെ വേറൊരു കാര്യം, ഈ മസാല ചോറിലേക്കും ചപ്പാത്തിക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ബാക്കി വന്നാലും ലഞ്ചിനോ ഡിന്നറിനൊക്കെ എടുക്കാം. അടിപൊളി ടേസ്റ്റാണ്, ഈസിയുമാണ് ഉണ്ടാക്കാൻ. ഓയിലിൽ ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഹെൽത്തിയുമാണ്. ഒരുപാട് പേർക്ക് ഇത് തീർച്ചയായും യൂസ്ഫുൾ ആകും. അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ഇത് എല്ലാവർക്കും ഒന്ന് വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും വീഡിയോനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നെഗറ്റീവോ പോസിറ്റീവോ എന്ത് തന്നെ ആയിക്കോട്ടെ അത് വീഡിയോയുടെ അടിയിൽ കമൻ്റ് ആയിട്ട് ഇടാനും മറക്കണ്ട. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയും ആയിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബായ്, അസ്സലാമു അലൈക്കും.